മലപ്പുറത്തിന്റെ തെരുവോരൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് ഫിഫ വേൾഡ് കപ്പിന്റെ ഒരു ഫൈനൽ പ്രതീതിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യൂറോ കപ്പിന്റെ ഫൈനൽ രാത്രി 12:30 ഒപ്പം തന്നെ നാളെ പുലർച്ചെ 5:30 കോപ്പ അമേരിക്ക ഫൈനലുമുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ്. ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനി ആനപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ വലിയ ഒരു സ്ക്രീൻ തയ്യാറാക്കിയിരിക്കുകയാണ്. 2000-ഓളം ആളുകൾക്ക് ഇരുന്ന് മത്സരം വീക്ഷിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ കാണാൻ വരുന്ന എല്ലാവർക്കും ഭക്ഷണവും തയ്യാറാക്കി. അങ്ങനെ വലിയൊരു ഫുട്ബോൾ മാമാങ്കത്തെ വലിയ ആവേശത്തോടു കൂടി കാണുന്ന ആളുകൾ അവിടെ ഉള്ളത്. നമുക്ക് ആളുകൾക്ക് കടക്കാം. എന്താണ് വലിയൊരു സെറ്റപ്പാണല്ലോ ഇവിടെ. പൊന്നാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സെറ്റപ്പ് തന്നെയാണ്. ഇത്രയും എല്ലാ കളിക്കാരും ഇത്രയും അർജന്റീനന്റെ ഫാൻസിന്റെ കളിയാണ് ഇപ്പോൾ കളിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും ആവേശം ചേർന്ന് കളിയാക്കി അടുത്ത കാലത്ത് നമുക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും അർജന്റീന ഫൈനൽ ഞങ്ങൾ ജയിക്കും. അത്രയും വലിയ ഈ വരുന്ന എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഈ സംഘടന ശരിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇപ്പോൾ ഇതല്ല ആളിനിപ്പോ ഒരു 12 മണി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റോഡൊക്കെ കവിഞ്ഞു നിൽക്കും. അത്രയും വലിയ സന്തോഷം ഞങ്ങൾ എല്ലാവരും ഉള്ളത്. കേരളക്കര കണ്ടതിൽ ഇന്ന് വെച്ച് നാളിതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല സൗകര്യത്തിലാണ് നമ്മൾ ആനപ്പടി ഫുട്ബോൾ അസോസിയേഷൻ ഈ പരിപാടി ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ഫാൻസ് ഉണ്ടെങ്കിൽ പോലും ഇന്ന് പൊന്നാനിയുടെ കായിക മേഖല ഒരുപാട് ഉയരങ്ങളിലാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. ഇംഗ്ലണ്ട് ടീമിലേക്ക് നമ്മുടെ പൊന്നാനിയിൽ നിന്നും 2 പ്ലേയേഴ്സ് കബഡി ടീമിലേക്ക് ലോക കബഡി ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ കിട്ടിയ വിവരം. ആ നിലയിൽ നമ്മളൊരു പ്രോഗ്രാം ഇവിടെ ചെയ്യുമ്പോൾ അതിന്റെ മാക്സിമം നല്ല ക്വാളിറ്റിയോടുകൂടി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ആനപ്പടി ഫുട്ബോൾ അസോസിയേഷനുണ്ട്. ആ എല്ലാ ക്വാളിറ്റിയിലും അതിനെല്ലാ സംവിധാനങ്ങളിലുമാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. 2000-ൽ പരം ആളുകൾക്ക് ഇരുന്ന് വീക്ഷിക്കാനുള്ള ഏത് മഴയത്തും കാറ്റത്തും കളി വീക്ഷിക്കാനുള്ള അവസരം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കളി കാണാൻ വരുന്ന എല്ലാവർക്കും നമ്മുടെ ട്രഡീഷണൽ ഫുഡ് നെയ്ച്ചോർ, ബീഫ്, ചിക്കൻ പൊരിച്ചത് ആ സൗകര്യം കൂടി ഒരുക്കിയ വിവരം. ചെറിയ മെനു അല്ല. കളി കാണാൻ വരുന്നവരോട് ഞങ്ങൾ പറയുന്ന വിവരം, നിങ്ങൾ ഡിന്നർ കഴിക്കണ്ട, ഇവിടെ വന്നിട്ട് കഴിച്ചാൽ മതി എന്നുള്ള വിവരമാണ് അർജന്റീനയുടെ ആരാധകരും കൂടെ ഫുട്ബോൾ അസോസിയേഷൻ എല്ലാവരും പറയുന്നത്, ആനപ്പടി ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നത്. അർജന്റീന ബ്രസീൽ ഫാൻസ് ആരെ കൂടെ എത്തവണ? അല്ല, കളിയുടെ ഗതി അനുസരിച്ച് ഇപ്പൊ ഫോമിലുള്ളത് അർജന്റീനയാണ്. അവിടെ മറ്റേ കൊളംബിയ ഭാഗത്ത് അവര് നല്ല ഫോമിലാണെങ്കിൽ പോലും അർജന്റീനക്കാണ് ഇപ്പോ കൂടുതൽ ചാൻസ് കളി വീക്ഷിക്കുമ്പോൾ കാണുന്നത്. ബ്രസീലാണ്. ആളുകളൊക്കെ പറയുന്നത് ഫാൻസ് കുറവുള്ള കൊളംബിയക്ക് ഇപ്പൊ ബ്രസീൽ ഫാൻസ് എല്ലാം കൂടെ അങ്ങോട്ട് ചേക്കേറിയുന്ന. ഇല്ലില്ല, അങ്ങനല്ലേ. നമ്മള് നല്ല കളിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കണ്ടതില് ഇപ്പോ ബ്രസീൽ ഇപ്പോ പുറത്തായെങ്കിൽ പോലും അർജന്റീന ഇപ്പൊ നിലവിൽ നല്ല ടീമായിട്ട് മുന്നേറുന്നുണ്ട്. നല്ല ഒത്തൊരുമയോട് കൂടി വരുന്നുണ്ട്. ഇവര് തോറ്റിട്ട് ഞങ്ങൾ തോക്കാൻ വേണ്ടി നിൽക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കൂല. അങ്ങനെ നമ്മള് സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നല്ല കളിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. വേറൊരു കാര്യം, അർജന്റീന കളിക്കുന്ന 13 ആൾക്കാരായിട്ടാണ്. ഫിഫന്റെ പ്രസിഡന്റ് അവരെ കുഞ്ഞാപ്പെ റഫറി അളിയനാണല്ലോ. അപ്പൊ പിന്നെ മെസ്സിക്ക് ഒരു കപ്പ് പിന്നെ കിട്ടും. അതെ, ഇവരിപ്പോ 13 പേരായിട്ട് കളിക്കണം എന്ന് പറഞ്ഞല്ലോ. അർജന്റീന ടീം കളിക്കുന്നത് അർജന്റീന ജയിക്കും. ഇപ്പോ ഇതിഹാസമായിട്ടുള്ള ഏതായാലും ആരാധകരുടെ തർക്കം അത് തീരില്ല. ഇത് മലപ്പുറമാണ്, ഫുട്ബോളാണ്, ആവേശമാണ്. ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. കളർ TV പോട്ടെ, അതിന്റെ അപ്പുറത്തെ കാലത്ത് ഇപ്പൊ 4 കൊല്ലമായിട്ടുള്ള 2 കപ്പ് കാണാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്ക് ഇജാതിയ ഡയലോഗാണ്. കൊളംബിയ ഒട്ടും മോശം ടീമൊന്നല്ല. ടാക്ടിക്സ് കൊണ്ടും റോഡിഗ്രസ് വെച്ചിട്ട് കിട്ടാത്ത മുന്തിരി പൊളിക്കും. നെതർലാൻഡിന്റെ ആളാണ്, കിട്ടാത്ത മുന്തിരി പൊളിക്കും. അതെ, നേരത്തെ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞല്ലോ 11 പേരും പിന്നെ ഫിഫന്റെ പ്രസിഡന്റ് ഉണ്ടെന്ന്. ഇന്ന് കളി നിയന്ത്രിക്കുന്ന 7 റഫറിമാര് ബ്രസീലിന്റെ താരങ്ങളാണ്. 7 റഫറിമാര്, 11 കളിക്കാരും 7 റഫറിമാരും. 18 പേർക്കെതിരാണ് ഇന്ന് അർജന്റീന കളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ് 12 പേരാണ്, 18 പേർക്കാണ് ഇന്ന് അർജന്റീന കളിക്കുന്നത്. ഈ കളി നിയന്ത്രിക്കുന്ന ആരാ? ബ്രസീൽ. ഫിഫയുടെ അംഗീകാരം കിട്ടിയ കോപ്പ ടെസ്റ്റ് പാസ്സായ വാക്കോവറത്തേക്ക് കൊളംബിയക്ക് വാക്ക് ഓവർ കൊടുക്കണോ? എന്നാല് അവർക്കൊരു തോന്നലുണ്ട് വൺ സൈഡ് വരുന്നത് നടക്കൂല. പിൻഗാമികൾ ലയണൽ മെസ്സി ടീം കപ്പ് പൊക്കിയിരിക്കും.
റോഡിഗ്രാസിന് ഏറ്റവും കൂടുതൽ താല്പര്യം ഇന്ന് കൊളംബിയന്റെ സ്റ്റാർ സ്ട്രൈക്കർ റോഡിഗ്രാസ് പറയുന്നത് മെസ്സിന്റെ കൂടെ കളിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ്. അതുകൊണ്ട് തന്നെ കൊളംബിയന്റെ സ്റ്റാർ സ്ട്രൈക്കറായ റോഡിഗ്രാസിന്റെ ഒരു ആഗ്രഹം ഈ കപ്പ് കൊളംബിയ കൊണ്ടുപോകുക തന്നെ ചെയ്യും. മാനകായ ഡിമരിയക്ക് വേണ്ടിയിട്ട് മെസ്സി ഇന്ന് എടുത്തുകൊണ്ട് സമർപ്പിക്കും. ഡിമരിയ എന്ന് വിരമിക്കുകയാണ്. ഈ ട്രോഫി കൊളംബിയക്കുള്ളതാണ്. ഈ കപ്പ് അർജന്റീന തന്നെ കൊണ്ടുപോകും, അതിലൊരു സംശയമില്ല. ഈ ചാടി കളിക്കുന്നവരൊക്കെ വെറുതെ കിടന്ന് ചാടി കളിക്കാനാണ്, മനസ്സിലായില്ലേ? ഇതെന്തായാലും അർജന്റീന തന്നെ കൊണ്ടുപോകും. അർജന്റീന ജയിക്കും 2 ഗോളിന്. അല്ലെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ തൊട്ടാണ് അർജന്റീന ജയിക്കില്ല. വേറെ ആരും ജയിക്കില്ല. അത്ര ഉറപ്പാണ്? ആ അത്ര ഉറപ്പാണ്. ബെറ്റ് വെക്കാൻ ധൈര്യമുണ്ടോ? ആ ധൈര്യമുണ്ട്. തോറ്റാലോ? തോറ്റാലെന്ന് പറഞ്ഞാൽ ഞങ്ങൊന്നും കാട്ടൂല.